മുതൽ കേരളം വരെയുള്ള നമ്മുടെ സഹപാനലിസ്റ്റിന്റെ സഹയാത്രിക എങ്ങനെ ഇന്ത്യ മുതൽ കേരളം വരെയുള്ള നമ്മുടെ സഹപാനലിസ്റ്റിന്റെ സഹയാത്രിക ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം വാങ്ങിച്ച് തിന്നാത്ത, അതുപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ഇന്ത്യയിലെ ഒരു ഒറ്റ പാർട്ടിയുള്ളൂ. അതിന്റെ പേരാണ് കോൺഗ്രസ് നേതാവേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. നന്ദി വേണോടാ, നന്ദി. നിങ്ങൾ 50 ലക്ഷം രൂപ മേടിച്ചോ? നേരിട്ടുള്ള ചോദ്യമാണ്. മേടിച്ചോ ഇല്ലേ എന്നുള്ള പറയും. അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. അല്ല, ഒറ്റ വാക്കിൽ മേടിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഓഫീസിൽ വന്ന് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയൊന്നുമല്ല ഞാൻ. അപ്പൊ ആ തിട്ടൂരൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ മറുപടി പറയാം. നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ല, ഇന്ത്യയിലെ ഒരു കള്ളന്മാരിൽ നിന്നും വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതിസമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ, SBI അക്കൗണ്ട് പോലും തുറന്നിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് നേതാവ് CPIM. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? രാജു പിന്നാർ ചോദിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയോ എന്നല്ല, അല്ലാതെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് അങ്ങേക്ക് പിന്നെ ചൂടാണ്ട് ഇല്ല. അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് CPIM പല വിധത്തിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. അതിൽ ഭൂലോക തോൽവി. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണെന്നറിയില്ല. നീ ഈടായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനി, ആ കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനിയിൽ നിന്ന് 50 ലക്ഷം നിങ്ങൾ മേടിച്ചു. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. എന്നിട്ട് വന്നിരുന്ന് നിങ്ങൾ അങ്ങോട്ട് ഞങ്ങള് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പറയുകയാണല്ലേ. ജയിക്കിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നുമല്ല. ദേശീയ പാർട്ടി എന്ന അംഗീകാരം ത്ലാസിലാണ്. സാങ്കേതികമായി അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. സാങ്കേതികമായ നിയമം ചീത്തപ്പേരുണ്ടാക്കാനും കനൽ ഒരു തരി തന്നെ മതി. AK ബാലൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈനാമ്പേച്ചി, മരപ്പട്ടിയും എലിപ്പട്ടിയും ഒക്കെ തെരഞ്ഞു പോകേണ്ടി വരും.